കൊച്ചി തേവര സേക്രഡ് ഹാർട്ട് കോളേജിലെ ഡിസൈൻ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ആദ്യത്തെ ഡിസൈൻ ഫെസ്റ്റ് റെൻഡർ 2026 ഡിസൈൻ ഫെസ്റ്റിവൽ ഫെബ്രുവരി 4 മുതൽ 7 വരെ സംഘടിപ്പിക്കുന്നു. ഡിസൈൻ ഫെസ്റ്റ് റെൻഡർ 2026 പ്രധാനമായിട്ട് തേവര കോളേജ് സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷനിൽ 4 ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഉള്ളത്. 4 ഡിപ്പാർട്ട്മെൻറ്റുകളിൽ സിനിമയുണ്ട്, ജേർണലിസം ഉണ്ട്, ആനിമേഷൻ ഉണ്ട്, ഗ്രാഫിക് ഡിസൈൻ ഉണ്ട്. അപ്പോൾ ഈ 4 ഡിപ്പാർട്ട്മെൻറ്റുകളും PGയും UGയും ഉള്ള ഏകദേശം 600ഓളം കുട്ടികൾ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കോഴ്സുകളിലും പഠിക്കുന്നതാണ്. കേരളത്തിലെ ഏറ്റവും നന്നായിട്ട് പ്ലേസ്മെൻറ്റും അതുപോലെ തന്നെ അവർക്ക് എന്താ പറയുന്നത് ഔട്ട്സോഴ്സിംഗ് എല്ലാം നടക്കുന്നൊരു ക്യാമ്പസാണ്. അപ്പോൾ ഞങ്ങൾ ഓരോ വർഷവും ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഫോക്കസിൽ കഴിഞ്ഞ വർഷം ജേർണലിസം ഡിപ്പാർട്ട്മെൻറ്റ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടത്തിയിരുന്നു വളരെ ഡീറ്റെയിൽഡായിട്ട്. അതുപോലെ ഈ വർഷം ഇവരുമായിട്ട് ബിസ്കോണുമായിട്ട് ചേർന്ന് ഡിസൈനർ ഫെസ്റ്റ് റെൻഡർ 2026 അതിൽ പ്രധാനമായി പരസ്യരംഗം, ഡിസൈനിങ് രംഗം, ആനിമേഷൻ എല്ലാ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ ഇൻഡസ്ട്രി ഇതിനെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് 4 ദിവസത്തെ ഒരു ഫെസ്റ്റിവലാണ്. നിങ്ങൾക്കറിയാമല്ലോ തേവര കോളേജിൻ്റെ പ്രധാന USP എന്ന് പറയുന്നത് അതിൻ്റെ ലേക്ക് വ്യൂ ഗ്രൗണ്ടാണ്. അപ്പോൾ ലേക്ക് വ്യൂ ഗ്രൗണ്ട് അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഇൻഡസ്ട്രി എക്സ്പേർട്സ് വരുന്ന ചെറിയ ചെറിയ കോൺക്ലേവ് സെഷൻസ്, അതുപോലെ ഓട്ടോ ഷോ, ഫുഡ് ഫെസ്റ്റിവൽ, അങ്ങനെ ക്രൗഡ് പുള്ളിങ് ആയിട്ടുള്ള എല്ലാം വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ഡിസൈനിങ്ങിൻ്റെയും അതുപോലെ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എന്താ പറയുന്നത് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയുടെ, അഡ്വർടൈസിങ് ഇൻഡസ്ട്രിയുടെ ആസ്പെക്ട്സ് ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. അങ്ങനെ ആദ്യമായിട്ടാണ് ഒരു കോളേജ് ഇത്രയും വിപുലമായ രീതിയിൽ 4 ദിവസം നീണ്ടു നിൽക്കുന്നത്. 4 ദിവസം നീണ്ടു നിൽക്കുന്നത് മാത്രമല്ല, അതിൻ്റെ സ്കെയില്, അതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു അനീഷ് കൂടുതൽ പറയും. ആ സ്കെയിലാണ് വളരെ പ്രധാനപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫെസ്റ്റിവലിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയുണ്ടാവണം. ഒന്ന്, നമ്മുടെ ഈ അഡ്വർടൈസിങ് ഇൻഡസ്ട്രിയിൽ തന്നെ വളരെയധികം ഒരുപാട് ആൾക്കാർ നമ്മുടെ ഈ തേവര SHൽ തന്നെ മുന്നോട്ട് വന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ നിന്നുണ്ടാകുന്ന ഈ പ്രൊഡക്ഷനെ മാക്സിമം ഇവിടെ തന്നെ യൂസ് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ ആണ് നമ്മൾ ഈ ഇൻഡസ്ട്രി ഓണേഴ്സ്, അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റിൽ, മീഡിയയിൽ, അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് കമ്പനികൾ, പ്രമുഖരായ അഡ്വർടൈസ്മെൻറ്റ് കമ്പനികൾ എല്ലാവരെയും നമ്മളിതിലേക്ക് കോർത്തിണക്കിക്കൊണ്ട് ഒരു 4 ദിവസത്തെ ഫസ്റ്റ് നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്നു. ഇതിൻ്റെ ഒരു ബേസാണ്. നമ്മൾ ഇനി തുടർന്നുള്ള വർഷങ്ങളിലും ഇതിനെ കൂടുതൽ വിപുലമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനാണ്. ഇതിൻ്റെ ഒരു ബേസാണ് നമ്മളിപ്പോൾ ഇവിടെ കൊണ്ടുവരുന്നത്. തേവര കേരളത്തിലെ തന്നെ പ്രമുഖമായ ഒരു കോളേജാണ് തേവര. SHൽ നിന്ന് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യാനാണ്. അപ്പോൾ അതിൽ നിങ്ങളുടെ എല്ലാം കാര്യമായൊരു സപ്പോർട്ട് അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ഡീറ്റെയിൽസ് ഇട്ട് നമുക്ക് എല്ലാവർക്കും വിതരണം ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ 4 ദിവസം നടക്കുന്ന പരിപാടിയിൽ ഡിഫറെൻറ്റ് സെക്ഷൻസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വെഹിക്കിൾ എക്സ്പോ ഉണ്ട്, ഫുഡ് ഫെസ്റ്റിവൽ ഉണ്ട്. ഇതെല്ലാം ഇതിനോടനുബന്ധിച്ച് നമ്മൾ പബ്ലിക്കിന് കൂടുതൽ ആസ്വദിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ കോൺക്ലേവുകൾ നടക്കുന്നുണ്ട്. അതിലെല്ലാം നമ്മൾ ഇൻഡസ്ട്രി ഓണേഴ്സ്, അഡ്വർടൈസ്മെൻറ്റ് കമ്പനികൾ, ഈ പറഞ്ഞ പ്രമുഖ കമ്പനികൾ, അല്ലെങ്കിൽ ഇതിലെല്ലാം എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ എല്ലാവരെയും നമ്മൾ ഇതിനകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട്. നമ്മുടെ അക്കാഡമിക് ഇതുമായിട്ടുള്ള ബന്ധപ്പെടുത്തിയാണ്. കാരണം കുട്ടികളുടെ സ്കില്ലോറ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യുമായിരുന്നു. അത് കുട്ടികൾ 3 വർഷത്തെ അവരുടെ പ്രൊജക്റ്റുകൾ അത് എക്സിബിറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് സ്കില്ലോറ. അതും ഇതുമായിട്ട് ബ്ലെൻഡ് ചെയ്ത്, അതായത് ആ ദിവസം തന്നെ നമ്മളതൊരു എക്സിബിഷൻ പോലെ തന്നെ അവരുടെ കഴിവുകളെ കൂടുതലായിട്ട് അപ്പോൾ പുറത്തുനിന്നുള്ള അഡ്വർടൈസ്മെൻറ്റ് കമ്പനികളൊക്കെ അവരെ ഒന്ന് കാണാനും അവരുടെ പ്രൊജക്റ്റുകൾ കാണാനും ഒക്കെയുള്ള ഒരു അവസരമായിട്ട് തന്നെ ഇതിനെ പ്രത്യേകം കാണണം. അപ്പോൾ അതിനുവേണ്ടി കുട്ടികൾ തന്നെ പ്രൊജക്റ്റുകളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ഓരോ വർഷവും അവർ ഒരു വർഷം എന്തുമാത്രം പ്രൊജക്റ്റുകൾ ചെയ്തു, അവരുടെ ഡിസൈനുമായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ പ്രൊജക്റ്റുകളും അവരതിനെ എക്സിബിറ്റ് ചെയ്യുന്ന ഒരു എക്സിബിഷനും കൂടി അന്ന് പ്രത്യേകമായിട്ട് ഒരു അക്കാഡമിക് ലെവൽ എന്ന നിലയിൽ ഞങ്ങളത് അറേഞ്ച് ചെയ്യുന്നുണ്ട്. താങ്ക് യു. ഈ ഇവൻറ്റിൻ്റെ ബിസ്കോണിൻ്റെ ഭാഗത്തുനിന്ന് ഇവൻറ്റിൻ്റെ ഹെഡ് സുരേഷാണ്. സുരേഷും ഞങ്ങൾ ഈ പ്രോഗ്രാമിൻ്റെ സത്യത്തിലെന്ന് വെച്ചാൽ ഇങ്ങനൊരു ആശയം വന്നപ്പോൾ കൊച്ചിയിൽ നമ്മളൊരു ഡിസൈൻ ഫെസ്റ്റിവൽ, അതായത് അഡ്വർടൈസിങ്, മീഡിയ അല്ലെങ്കിൽ ബ്രാൻഡിങ് രംഗത്ത് അങ്ങനെ ഒരു ഡിസൈൻ ഫെസ്റ്റിവൽ ഇല്ല. ഇപ്പോൾ നമ്മുടെ വ്യത്യസ്ത പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ടെങ്കിലും ഈ ഇൻഡസ്ട്രിയെ കുറിച്ചിട്ടുള്ള ഒരു വൈഡ് നാളെ എന്താണ് അഡ്വർടൈസിങ് രംഗം നേരിടുക. ഇപ്പോൾ ഉദാഹരണത്തിന് പോലെ AI വരുമ്പോൾ, അല്ലെങ്കിൽ ChatGPT വരുമ്പോൾ കണ്ടന്റുകളും ഡിസൈനുകളും അങ്ങനെ ആർട്ടിഫിഷ്യലായി നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ സ്കില്ല് എങ്ങനെയാണ് ഇനി വരുന്ന കാലത്തേക്ക് മാറേണ്ടത്, അതാണ് ശരിക്കും നമ്മുടെ ഈ ഡിസൈൻ ഫെസ്റ്റിവലിലെ
ഹെഡ് എന്ന് പറയും. അത്തരം ചർച്ചകൾ മുന്നോട്ട് വരാൻ പോകും. അങ്ങനെ അത് ഈ അഡ്വർടൈസിങ് ബ്രാൻഡിങ് ഇൻഡസ്ട്രിയിലുള്ള മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു കോൺക്ലേവ് ആണ് ഇതിൻ്റെ ഒരു കോർ എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൻ്റെ. ഒപ്പം തന്നെ നമ്മൾ ഈ ഡിസൈൻ രംഗത്തുള്ള വ്യത്യസ്ത ഡിസൈനുകൾ അതെല്ലാം തന്നെ പ്രദർശനമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. എക്സിബിഷൻസ്, ഷോസ്, മ്യൂസിക് ബാൻഡുകൾ, ഇങ്ങനത്തെ ഒരു 4 ദിവസത്തെ ഒരു ഡിസൈൻ ഫെസ്റ്റിവൽ അത് ഹോസ്റ്റ് ചെയ്യുന്ന തേവര കോളേജാണെന്നുള്ളത് ഞങ്ങൾക്ക് വലിയ സന്തോഷം. കാരണം അവരുടെ ഒരു മീഡിയ ഡിവിഷൻ, മീഡിയ എഡ്യൂക്കേഷൻ ഡിവിഷൻ ഇതിൻ്റെ പൂർണ്ണമായി ഭാഗത്തേക്ക് വരികയും അവിടെ നിന്ന് കുറേ എക്സ്പെർട്ടുകൾ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുമ്പോൾ അവർക്ക് നാളേക്കുണ്ടാവുന്ന ഒരു ഗൈഡ് ലൈൻ ആയിരിക്കും ഈ പ്രോഗ്രാമിന് ഞങ്ങൾക്കും വിശ്വാസമുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ കൊച്ചിയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഇത്തരം മേഖലയിൽ അഡ്വർടൈസിങ് മേഖലയിലുള്ള ഇപ്പോൾ ഒരു വലിയൊരു ഡിസ്കഷൻ ഫോറം സെറ്റ് ചെയ്യാൻ ഇവർക്ക് ഈ ഉദ്യമത്തിന് കഴിയും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ സാർ പറഞ്ഞതുപോലെ തന്നെ, അച്ഛൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഞങ്ങളൊരു ഭാഗമായി തീരണം. ഇത് നമുക്ക് എല്ലാവരും കൂടി ഒന്നിച്ചു നിന്നുകൊണ്ടൊരു വലിയ വിജയമാക്കി തീർക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും കേരള ഗവൺമെൻറ്റും ഒക്കെ കൊച്ചിയെ ഡിസൈൻ ഹബ്ബാക്കി കൺസീവ് ചെയ്തുകൊണ്ടുള്ള വലിയ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഡിസൈനേഴ്സിന്, അതിപ്പോൾ അനിമേഷൻ രംഗത്താണെങ്കിലും അല്ലാതെയും ഡിസൈനേഴ്സിന് വലിയ സാധ്യതകളാണ് വരാൻ പോകുന്നത്. കൊച്ചിയായിരിക്കും അതിൻ്റെ ഒരു ഹബ്ബായിട്ട് വരുന്നത്. ഗവൺമെൻറ് ഇപ്പോൾ തന്നെ അതിനെ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റും കൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കിൻഫ്രയായിട്ടും കൂടി അതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് വലിയൊരു സ്കീമുകളാണ് വരുന്നത്. അതിനകത്ത് പഴയ ചീഫ് സെക്രട്ടറി അതിൻ്റെ ഒരു ഭാഗമാണ്, ലളിതകല അക്കാദമി അതിൻ്റെ ഭാഗമാണ്, നമ്മുടെ ബിനാലെ ഗ്രൂപ്പ് ബോസും അതെല്ലാവരും അതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയൊരു ഇനീഷ്യേറ്റീവാണ് വരുന്നത്. അപ്പോൾ ആ ഇനീഷ്യേറ്റീവിലേക്ക് വേണ്ടി വരുന്ന ഡിസൈനേഴ്സിനെ അടിസ്ഥാനപരമായി കോളേജുകളിൽ നിന്നാണ് വരേണ്ടത്. അവരെയാണ് ഇൻഡസ്ട്രി ഇൻ്റർഫേസിലൂടെ ഒരു എംപ്ലോയബിലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ കേരളത്തിലാണെന്ന് നമുക്കറിയാം, ഇന്ത്യയിൽ മുഴുവൻ അഡ്വർടൈസിങ് ഏജൻസികളിലാണെങ്കിലും അതുപോലെ തന്നെ ഡിസൈനിങ് സംഗതികളിലും 3D ആനിമേഷൻ രംഗത്തും ഒക്കെ മലയാളികളുടെ ഒരു അപ്രമാദിത്വമുണ്ട്. ക്രിയേറ്റീവ് രംഗത്ത് നമുക്കറിയാം. പക്ഷെ അത് പുതിയ സാഹചര്യത്തിൽ ഡിജിറ്റൽ കാലഘട്ടത്തിൽ അതിനെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നല്ലൊരു റെസ്പോൺസ് വരുന്നുണ്ട് കുട്ടികൾക്കൊക്കെ. ഇപ്പോൾ ഞങ്ങളുടെ എല്ലാം കോഴ്സുകളിലെല്ലാം മിക്കവാറും നല്ല കുട്ടികളെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് പ്ലേസ്ഡ് ആവുമ്പോൾ ഇൻഡസ്ട്രിയും അതനുസരിച്ച് എക്യുപ്ഡ് ആവണം. അപ്പോൾ അതിന് ഇൻഡസ്ട്രി മുന്നോട്ട് വരുമ്പോൾ അതിന് റോ ഹാൻഡ്സ് കുട്ടികളാണ്. ആ കുട്ടികളെ പ്രാപ്തരാക്കി അവരെ എംപ്ലോയബിൾ ആക്കുന്ന തരത്തിലുള്ള കോൺക്ലേവുകളാണ് ഇപ്പോൾ സുരേഷൊക്കെ പറഞ്ഞത്. ആ തരത്തിലുള്ളൊരു ഉദ്ദേശമാണ്. അപ്പോൾ നമ്മൾ പറയുന്ന പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ഒരു സ്കില്ലിങ്, ഒരു ഇൻഡസ്ട്രി അക്കാഡമിയ കൊളാബറേഷൻ എന്ന് പറയുന്നത് കൂടി ഈ ഒരു പർപ്പസിൻ്റെ ബ്രോഡർ സെറ്റിങ്ങിലുണ്ട്. അതുകൂടി നടന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ കുട്ടികൾക്ക് എംപ്ലോയബിൾ ആവുകയുള്ളൂ. അതും കൂടി ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ വർഷം മാത്രമല്ല തുടർ വർഷങ്ങളിലും ഇതിൻ്റെ കാര്യങ്ങളുണ്ടാവും എന്ന് കൂടി പറയുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് നിലവിലുള്ള ഡാറ്റയെ റീക്രിയേറ്റ് ചെയ്യാനും റീയൂസ് ചെയ്യാനുമാണ് സാധിക്കുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മളുടെ കുട്ടികൾ ഡിസൈൻ രംഗത്തേക്കും അതുപോലെ തന്നെ അഡ്വർടൈസിംഗ് രംഗത്തേക്ക് വരുന്നവർ ഏത് തരത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള സംഗതികളെ പ്രയോജനപ്പെടുത്താം എന്നുകൂടി അവരുടെ കരിക്കുലത്തിൻ്റെയും അവരുടെ ഈ ട്രെയിനിങ്ങിൻ്റെയും ഭാഗമായിട്ട് അറിഞ്ഞിരിക്കണം. എങ്കിലേ ഉള്ളൂ അവർക്ക്. കാരണം നമുക്ക് പകച്ചു നിന്നിട്ട് കാര്യമില്ല. വെദർ വി ലൈക്ക് ഇറ്റ് ഓർ നോട്ട് ഈ ടെക്നോളജികൾ വന്നിരിക്കും. ഇപ്പോൾ നമുക്കറിയാമല്ലോ, പല പത്രങ്ങളുടെ 1-ാം പേജിൽ വരുന്ന പരസ്യങ്ങൾ പോലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പല ചാറ്റ് ബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് മണിക്കൂർ കൊണ്ട് മാത്രം ദിവസങ്ങളോളം എടുത്തൊരു എൻ്റയർ ക്രിയേറ്റിവിറ്റിയും ഉപയോഗിച്ചുകൊണ്ടിരുന്ന സംഗതി ചെയ്തു വരുന്നുണ്ട്, പബ്ലിഷ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമാണ്. പക്ഷെ അതിലേക്ക് നമുക്ക് ഒറിജിനലായിട്ട് എന്ത് കൊടുക്കാൻ പറ്റും? അപ്പോൾ നമ്മളുടെ പഠിക്കുന്ന തലം മുതൽ കുട്ടികളെ ഗ്രാജുവേഷൻ ലെവൽ മുതൽ അല്ലെങ്കിൽ PG ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞ് ഇൻഡസ്ട്രിയിലുള്ളവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് അവരുടെ ബുദ്ധിയും അവരുടെ ഔട്ട്പുട്ടും വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ നമ്മളുടെ കുട്ടികൾ ഔട്ട്ഡേറ്റഡ് ആയി പോകും. അപ്പം അങ്ങനെ കൂടി സംഭവിക്കരുത്. അതുകൊണ്ട് മാത്രമല്ല ഈ പുറത്തു പോകുന്ന കുട്ടികളടക്കം കേരളത്തിലേക്ക് വരികയും ഇപ്പോൾ അത് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരുന്നതാണ് ഈ ഒരു ഡിസൈൻ ഹബ്ബ് എന്നൊക്കെ പറയുന്നത്. അത് ചെയ്യാൻ പറ്റുന്ന ഗവൺമെൻറ്റുകളും വലിയ സ്ഥാപനങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിലേക്ക് റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് ടേസ്റ്റുള്ള ഫ്ലെയറുള്ള ബേസിക് നോളജുള്ള കുട്ടികൾ തന്നെയാണ്. ഇപ്പോൾ കേരളത്തിലെ മിക്കവാറും പല സ്ഥാപനങ്ങളിലും ഇപ്പോൾ മീഡിയ കോഴ്സുകൾ കൂടുതൽ വരുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെയുള്ളതിനോട് കുട്ടികൾക്ക് താല്പര്യമുണ്ട്. അപ്പോൾ ആ താല്പര്യത്തെ നമ്മൾ പ്രധാനമായിട്ടും ടാപ്പ് ചെയ്യുകയും ആ കുട്ടികൾക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കിട്ടുന്നു, അവർക്ക് എംപ്ലോയബിലിറ്റി കിട്ടുന്നു,
അവർക്ക് ഇവിടെ തന്നെ നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രോജക്റ്റുകൾ വരുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ ബ്രോഡർ സ്പെക്ട്രം.